നമ്മുടെ സിമ്പിൾ പാക്കിൻ്റെ റിസൾട്ട് നോക്കി. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. കണ്ട കിഡ് റിസൾട്ടാണ്. ഒരു 10 മിനിറ്റ് നേരമാണ് നമ്മുടെ മുഖത്ത് ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും നമ്മുടെ മുഖമൊക്കെ നല്ല രീതിക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹമൊക്കെയുണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് അവർക്ക് മടി എന്ന് പറയുന്ന ഒരു ഐറ്റം കേട്ടോ. എന്തും ചെയ്ത് ഒന്ന് റിപ്പീറ്റേഷൻ പോലെ ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. ചിലപ്പോൾ ചിലവരൊക്കെ ഒരു ദിവസം ഒരു പാക്ക് ഇടും, പിന്നെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. എന്നിട്ട് പിന്നെ പറയും ഞങ്ങളുടെ സ്കിന്ന് ശരിയായില്ല, ഞങ്ങളുടെ സ്കിന്ന് ഡള്ളായിട്ടിരിക്കുന്ന അങ്ങനെ എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറയും. നമുക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഒരു 10 മിനിറ്റ് സമയമെങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വെച്ചില്ലെങ്കിൽ നാളേക്ക് ദുഃഖിക്കേണ്ടി വരും. അതായത് മറ്റുള്ളവരെ കാണുമ്പോൾ അവർ നല്ല കുട്ടപ്പികളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ഒരുവിധം കേടായിട്ടിരിക്കുമ്പോൾ നമുക്കതൊരു വിഷമമുണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോഴേ ഒരു 10 മിനിറ്റ് സമയം, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണില്ലേ, അപ്പോൾ ഒരു 10 മിനിറ്റ് സമയം നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നിനൊക്കെ ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പിന്നെ പറയണത് സിമ്പിളായിട്ടുള്ള പാക്ക്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു പാക്കാണ്. അത് നമ്മൾ പുറത്തേക്കൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് നിൽക്കില്ലേ, അതായത് ഒരു ഫംഗ്ഷൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ചുമ്മാ ജസ്റ്റ് പോകുമ്പോൾ തേക്കാനല്ല പറഞ്ഞത്. എന്തെങ്കിലും നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർലറിലേക്ക് പോകാൻ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊന്നും പറ്റില്ല. സാധാരണക്കാർക്ക് ഉള്ള കാര്യമാണ് ഞാൻ പറയണത്, പറ്റില്ല. അപ്പോൾ നമ്മുടെ അടുക്കളയിലേക്ക് തന്നെ ഒന്ന് ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ഗ്ലോ ആവാനായിട്ട് നമ്മുടെ അടുക്കളയിൽ തന്നെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇന്നത്തെ ഒരു കാര്യം ചെയ്താലോ. അതിന് വേണ്ടിയിട്ട് വെല്ലം ഒത്തിരി പേരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. നമ്മൾ ഉണ്ണിയപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടും അതുപോലെ വേറെ പല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടും നമ്മൾ വെല്ലം നമ്മളെന്തായാലും സൂക്ഷിക്കും. ഇത് ഇത്രയും ഒന്നൊരു ചെറിയ കഷ്ണം ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി അതവിടെ ഇരുന്നിട്ട് അരച്ച് സൗണ്ട് കേൾപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഒരു ചെറിയ പീസിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളത് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ വെള്ളയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, മുട്ട അവർക്ക് വീട്ടുകാർക്ക് പൊരിച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കതിലൊരു വാറലുണ്ടാവും. ആ വാറൽ മതി നമ്മുടെ സ്കിന്നെ ഒന്ന് ടൈറ്റാക്കി എടുക്കാനായിട്ട്, ആ ചുളിവ് പോകാനും ഒന്ന് സ്കിന്ന് ടൈറ്റനിങ് കൊണ്ടുവരാനൊക്കെ ആയിട്ട് ആ ഒരു കാര്യം തന്നെ ധാരാളമാണ്. അപ്പോൾ വീട്ടുകാർ കഴിച്ചോട്ടെ, ബാക്കിയുള്ള നമ്മുടെ മതി. നമ്മുടെ സ്കിന്നിൻ്റെ 2 തുള്ളി മുട്ടയുടെ വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ നടക്കണ കാര്യമുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒന്നുമില്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര്. ഇനിയിപ്പോൾ ചെറുനാരങ്ങ നീര് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങളുടെ സ്കിന്നിന് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുവാണെങ്കിൽ റോസ് വാട്ടർ. ഞാൻ 2 എടുത്ത് വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നമുക്ക് പലർക്കും പല സ്കിന്നാണ്. അപ്പോൾ അതനുസരിച്ച് വേണം പാക്കുകൾ ഇടാൻ എന്നുള്ളത് ഞാൻ മുൻകൂട്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ചിലവർക്ക് കാപ്പിപ്പൊടി പറ്റില്ല, മഞ്ഞൾ പറ്റില്ല, ചെറുനാരങ്ങ നീര് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ അവർ റോസ് വാട്ടറിൽ ചെയ്യാം, അല്ലാത്തവർ ചെറുനാരങ്ങയുടെ നീരിൽ. ഇനിയിപ്പോൾ വെല്ലം ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പഞ്ചസാര ഇല്ലാതിരിക്കില്ലല്ലോ, അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇച്ചിരി നാരങ്ങ നീരും കൂടിയിട്ട് മുഖത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലേസിങ് ആയിരിക്കും നമ്മുടെ മുഖം. നല്ലൊരു ഫേഷ്യൽ ചെയ്തതിൻ്റെ എഫക്റ്റ് നമ്മുടെ മുഖത്ത് കിട്ടും. ഇതൊക്കെ നമ്മൾ ഇവിടെ സിമ്പിളായിട്ട് ചെയ്യണ ഓരോ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അവർ ചോദിക്കും എന്താ ചെയ്തേക്കണേന്നൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ ഇത്രയ്ക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ സ്ഥിരം അവിടെ ഇവിടെയൊക്കെ പോയിരിക്കേണ്ടെന്നാണ്, പാർലറിൽ പോയി കുറേ പൈസ ചിലവാക്കേണ്ടെന്നാണ് ധാരണ. പക്ഷേ ത്രെഡ് ചെയ്യാനല്ലാതെ നമ്മൾ കൊണ്ടായിട്ട് പാർലറിൽ അങ്ങനെ പൈസ ചിലവാക്കില്ല. ത്രെഡിങ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. അത് ചെയ്യുമ്പോൾ അവരാരുടെ പിരികത്തിൻ്റെ ഷേപ്പ് അറിയാലോ. നമുക്ക് നല്ല രീതിക്ക് ഒരു പിരികം കൊണ്ടുവരണം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാലോ, ചിലവർ പിരികം എടുക്കുമ്പോൾ ഷേപ്പൊന്നും ഇല്ലാതെ അത് എന്താ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലയിടത്തും കൊണ്ടുപോയിട്ട് നമ്മുടെ പിരികം കൊടുക്കണ കാരണമാണ്. ഈ ഒരു സാധനം ഒരാൾക്ക് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അത് ആദ്യത്തെ ഒരു ഷേപ്പിൽ വന്നെങ്കിൽ പിന്നെ നമുക്ക് ഒന്ന് നോക്കിയെടുക്കാൻ വേണ്ട. അപ്പോൾ അവർക്ക് എളുപ്പമായി, നമുക്കും സന്തോഷമാവുകയും ചെയ്തു. പിന്നെ ഈ തുമ്പ് ഭാഗം ഉണ്ടല്ലോ, ഈ പിരികത്തിൻ്റെ ഈ തുമ്പ് ഭാഗമല്ലേ, ഇതൊന്നും ചിലവർ പകുതിക്ക് വെച്ചിട്ട് ഇങ്ങനെ മുട്ടടിച്ച പോലെ ആകും. ഇതൊന്നും നമ്മളങ്ങനെ കളയേണ്ട കാര്യമില്ല. ഈ തുമ്പ് ഇങ്ങനെ നിന്നാലാണ് നമുക്ക് നല്ല ഭംഗി കിട്ടുക. ഉണ്ടോ,
ഈ തുമ്പ് ഇങ്ങനെ നിന്നാലാണ് ഭംഗി കിട്ടുക. അപ്പോൾ നമ്മൾ നമ്മുടെ പിരികം കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെ ഒന്നും കൊടുക്കരുത്. കൊടുക്കണമെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം കൊടുക്കുക കേട്ടോ. പിരികം മസ്റ്റായിട്ടും ത്രെഡ് ചെയ്ത് നല്ല രീതിക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് നമ്മുടെ പിരികത്തിൽ താരനുണ്ടെങ്കിൽ അതറിയാൻ പറ്റും, കൊഴിച്ചിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വർത്തമാനത്തിൻ്റെ ഇടയിൽ നമ്മുടെ ചെറുനാരങ്ങ നീരും ഈ ശർക്കരയും കൂടിയിട്ട്, ഞങ്ങളിവിടെ ശർക്കര എന്ന് പറയും, വെല്ലം എന്ന് പറയും, ആ ഒരു പാക്ക് റെഡി ആയിട്ട് സിമ്പിൾ പാക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ സിമ്പിൾ പറഞ്ഞു തന്നില്ല എന്ന് വേണ്ട. അപ്പോൾ സിമ്പിൾ പാക്ക് ഇത് മാത്രം നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കുക. ഒരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റും കിട്ടും. നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ വെല്ലം ഇല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട്, പഞ്ചസാര നേരിട്ട് ആക്കരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലിത്തിരി ചെറുനാരങ്ങ നീര് ആക്കുക. ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് പറ്റാത്തവർ റോസ് വാട്ടർ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റും കിട്ടി, നല്ലൊരു പാക്കിൻ്റെ ഗുണം കിട്ടി. നമ്മളിത് ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നെറ്റിയുടെ അവിടെയൊക്കെ നമുക്ക് ചുളിച്ചിലൊക്കെ വരുമ്പോൾ അതൊക്കെ മാറ്റാനുള്ള സിമ്പിൾ ക്രീം കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഹോം മെയ്ഡായിട്ട് തന്നെ ചെയ്തിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വയ്ക്കുക. വൈകുന്നേരങ്ങളിലൊന്ന് 2 മിനിറ്റ് നേരം നമ്മുടെ മുഖത്തേക്ക് വേണ്ടിയിട്ടൊന്ന് നമുക്കൊരു സമയം കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഈ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ തുടക്കത്തിലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്ന ആ ഒരു കറുത്ത കുത്തോളില്ലേ, അത് നമ്മളങ്ങനെ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് സ്ക്രബിങ് കൊടുക്കുക കേട്ടോ. കണ്ടോ? അതുപോലെ തന്നെ ഈ മൂക്കിൻ്റെ തുമ്പത്തുണ്ടാവും, അതൊക്കെ നമുക്കിങ്ങനെ ചെയ്താൽ പൂവും അത്. പിന്നെ അധികം നേരം അത് അവിടെ ഇങ്ങനെ ഇരിക്കില്ല. പിന്നെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇത് കൊടുക്കുക, ഒന്ന് ആവി കൊള്ളുക. ആവി കൊണ്ടിട്ടൊന്ന് പതുക്കെ ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ഹെഡ്സൊക്കെ തനിയെ പുറത്തേക്ക് വരും. പിന്നെ ബ്ലാക്ക് ഹെഡ്സ് സിമ്പിളായിട്ട് പോകാനായിട്ട് ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാസലിനില്ലേ, വാസലിനും കാപ്പിപ്പൊടിയും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂക്കിൻ്റെ അവിടെ ആക്കി കഴിഞ്ഞാൽ എന്നിട്ടൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അത് പോകും. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്, ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ വെല്ലത്തിൻ്റെ ഇതിലായതുകൊണ്ട് നമുക്കൊരു മുഖത്തൊരു ഒട്ടൽ പോലെയൊക്കെ ഫീൽ ചെയ്യും. അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം നമ്മുടെ മുഖത്ത് ഇത് വേണ്ടു. എന്നിട്ടൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നമുക്കൊരു ചെയ്യാനൊക്കെ ആയിട്ട് തോന്നും. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ എൻ്റെ മുഖത്ത് മാത്രമല്ല, നിങ്ങളുടെ മുഖത്തും ചെയ്ത് നോക്കുക. നമുക്ക് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ എടുത്തത് കഴിഞ്ഞ്, അത് ഞാൻ പറഞ്ഞത് ഒരു ചെറിയൊരു കഷ്ണം വെല്ലം മാത്രം മതി നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട്. ഇതിപ്പോൾ വെറുതെ ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. നമ്മൾക്ക് സ്ക്രബിങ്ങിൻ്റെ ഇത് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ മുഖത്തൊക്കെ ഒന്ന് തൂങ്ങൽ വല്ലാതൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നൊന്ന് ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്. അപ്പം ഇനി നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുടച്ചിട്ട് റിസൾട്ട് കാണാം കേട്ടോ. നമ്മുടെ മുഖം ഒന്ന് വലിഞ്ഞിട്ടിട്ടോ, നോക്കി നല്ല രീതിക്ക് വലിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചെടുക്കാൻ പോകാം കേട്ടോ. കഴുകൊന്നും വേണ്ട, കഴുകണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ പുറത്ത് പോയിട്ട് കഴുകിക്കോ. നമ്മളതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു വ്യത്യാസം തന്നെയുണ്ട് അല്ലേ? നമ്മൾ മൂക്കിൻ്റെ അവിടേക്കൊക്കെ നല്ല രീതിക്ക് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് തന്നെ തുടച്ചെടുക്കണം കേട്ടോ.
നമ്മൾ അത്രയ്ക്കും നല്ലപോലെ വലിഞ്ഞത് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം തെളിച്ചിട്ട് നിങ്ങൾ വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ പാക്ക്. സിമ്പിൾ പാക്കിന് സിമ്പിൾ റിസൾട്ടും നല്ല ബ്രൈറ്റ് ആവുകയും ചെയ്തു അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമുക്ക് അലോവേര ജെല്ല് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഒരു മസാജ് കൊടുക്കാം കേട്ടോ. നമ്മളൊരു സ്ക്രബിങ് ആണല്ലോ ചെയ്തത്, അപ്പോൾ ജസ്റ്റ് ഒരു മസാജ് കൊടുക്കാം. ഇത് നമ്മൾ ആയുർവേദ കടയിൽ നിന്ന് മേടിക്കുന്നതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മുഖം. അപ്പോൾ അതുകൂടി കഴിഞ്ഞ് നമ്മൾ ഈ അലോവേര ജെല്ലും കൂടി തേക്കുമ്പോൾ അത് അവിടെ അങ്ങനെ ഇരുന്നോളൂ മുഖത്ത് കേട്ടോ. സെറ്റായില്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.